സംബന്ധിച്ച് ഇതിനൊരു ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ എൻ്റെ സയൻസൊക്കെ പഠിക്കുന്നത് ഇതിന് ശരിക്കും സയൻസിൽ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. കോൺഷ്യസ് മൈൻഡുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ലൈഫിൽ സക്സസ് ആവാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി ഫീഡഡ് ആണ്. എന്താണ് കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, പറഞ്ഞത്, കേട്ടതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഔട്ടായിട്ട് വരുള്ളൂ. ശരിക്കും അതാണ് സംഭവിക്കണേ. ടീച്ചർ എന്താ ചെയ്തതെന്ന് പറയുമോ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തു. അതിലൂടെ ടീച്ചർ മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊരു വലിയൊരു ബ്ലഡ്, അതൊരു വലിയൊരു ഇഞ്ചക്ഷൻ, അതായത് ഒരു എനർജിയാണ് പുഷ് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ആർക്കും പറ്റും, കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ, പഠിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള ഭയങ്കര മെസ്സേജ്. അതിന് സമ്പത്തും പ്രശ്നമല്ല, ആരോഗ്യം പ്രശ്നമല്ല, ജീവിതവും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല എന്നുള്ളൊരു മെസ്സേജ് ടീച്ചർ തരയായിരുന്നു. അവിടെ നിന്നുണ്ടായ ഒരു ഇൻസ്പിരേഷനാണ് സത്യത്തിൽ ഞാൻ ഉമ്മടുത്ത് പോയിട്ട് എനിക്ക് പഠിക്കണം എന്നുള്ള ഡയലോഗായിട്ട് ഞാൻ ചെല്ലുന്നത്. അതുണ്ടാക്കിയൊരു മാറ്റം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 2 സ്റ്റോറികളിൽ ആദ്യത്തെ അധ്യാപകൻ അബ്ദുറഹ്മാൻ സാർ എൻ്റെ സ്വഭാവത്തെ ട്രാൻസ്ഫോം ചെയ്തു. എൻ്റെ അറ്റൻഷൻ ഗ്യാതറിംഗ് എന്നുള്ളത് നെഗറ്റീവ് എനർജിന്ന് പോസിറ്റീവിൽ ചെയ്യും. രണ്ടാമത്തെ ടീച്ചർ എനിക്ക് ലൈഫിലൊരു ഫോക്കസ് ഉണ്ടാക്കി തന്നു, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തന്നു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് എൻ്റെ ജീവിതം ഞാൻ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടീച്ചേഴ്സ് സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യലോടുകൂടി ഒരു തലമുറയെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ല അധ്യാപകരുടെ ഇടപെടലുകൾ കൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ, ഇന്നിപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്തു, അവർക്കൊക്കെ പിന്നിൽ അവരെയൊക്കെ ഫൈൻ ട്യൂൺ ചെയ്തെടുത്തതിൽ ഒരു നല്ലൊരു മെൻറ്റർഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ ഏതെങ്കിലും ഒരു അധ്യാപകരായിരിക്കും തന്നെ. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയണം, ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നിങ്ങളിപ്പോൾ ഇത്രയും നാൾ പഠിപ്പിച്ച അധ്യാപകരുടെ എത്ര അധ്യാപകരായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ കോൺടാക്റ്റ് ഉള്ളവരുണ്ടെന്ന് ചോദിച്ചപ്പോൾ 2-3 കുട്ടികൾ പറഞ്ഞു എനിക്കുണ്ടെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്കൊന്നും ആരായിട്ടൊരു ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനായിട്ട് നിങ്ങൾ എന്നും ജീവിതകാലം മൊത്തം നിങ്ങളുടെ മരണം വരെ അല്ലെങ്കിൽ അവരുടെ മരണം വരെ നിങ്ങൾ ആ ബന്ധം ഹോൾഡ് ചെയ്യണം. അതൊരു മെൻറ്റർഷിപ്പാണ്. കാരണം നിങ്ങളെ അൺകണ്ടീഷണലി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളുടെ അധ്യാപകർ. അപ്പോൾ അവരോട് എപ്പോഴും ആ ബോണ്ടിങ് നിങ്ങളെപ്പോഴും നിലനിർത്തുക. അപ്പോൾ പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനുണ്ടെങ്കിൽ ആ കുട്ടീനെ എപ്പോഴും എൻകറേജ് ചെയ്യണം. ആ അധ്യാപകനായിട്ട് എപ്പോഴും ഒരു ബന്ധം ഇന്നത്തെ കാലത്ത് വിളിക്കുകയോ സംസാരിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ അതിലൂടെ അവർ ആ കുട്ടിക്ക് ഒരു മെൻറ്റർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ വലിയ റോൾ അവർക്ക് ഉണ്ടെന്നുള്ളതാണ്. അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്, ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ഉമ്മയാണ്. അപ്പോൾ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചിട്ട് അവർ നിങ്ങളുടെ ലൈഫിൽ തന്നൊരു കോൺട്രിബ്യൂഷൻ അത് പറയാതിരിക്കാൻ എന്തായാലും ഈ ഒരു വേദി ഉപയോഗിക്കണം. സത്യത്തിൽ ഉമ്മയും വാപ്പയെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന് വേണ്ടി മാത്രം 2-3 എപ്പിസോഡ് വേണ്ടി വരും. എല്ലാവർക്കും ആ ഒരു കഥ പറയാൻ. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഓരോന്ന് പറഞ്ഞു തരുന്നത്, ചെയ്യിപ്പിക്കുന്നത്, ശരികളും തെറ്റുകളും തിരുത്തി തരുന്നത്, ഇങ്ങനെയാണ് ചെയ്യേണ്ട മോനെന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ ഉമ്മമാരാണ്. ഉമ്മമാർക്ക് വലിയ റോളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് വാപ്പ, ഇത് ഇപ്പോൾ നമ്മൾ ഓരോന്ന് വിളിപ്പിക്കുന്ന അങ്ങനെയുള്ള ഉമ്മ എന്ന് പറഞ്ഞ് ആദ്യം പഠിപ്പിക്കുന്നത് ഉമ്മ തന്നെയുള്ള. പിന്നെ ഇത് വാപ്പ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? ഉമ്മയാണ്. മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞാൽ അതിൽ അങ്ങനെ ഓരോന്ന്, ഇത് എളിയമ്മ, ഇത് കാക്ക എന്നൊക്കെ പഠിപ്പിച്ച അവിടെ നിന്ന് അധ്യാപകരുടെ റോള് സ്റ്റാർട്ട് ചെയ്യണം. അത് ഉമ്മമാരുടെ. അത് മാത്രമല്ല ഉമ്മമാരുടെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും ഒരു വീട്ടിലെ ഒരു ഭരണകർത്താവാണ്. അവർ ശരിക്കും മക്കളെയും പിതാവിനെയും തമ്മിലുള്ള ഒരു ഇടനിലക്കാരനാണ്. അവരാണ് ശരിക്കും എപ്രകാരം ഈ മക്കൾ ഫൈൻ ട്യൂൺ ആവണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉപ്പ എത്ര വലിയ റോളിലാണെങ്കിലും നമ്മൾ ഉപ്പാനെ പോയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ഉപ്പ പറയും അത് ഉമ്മാനോട് ചോദിക്കുന്നു പറയും. അബ്സല്യൂട്ട്ലി. അത് മാത്രമല്ല, നമുക്ക് വേണ്ടി ഒരു കാര്യം പറയണമെന്ന് നമ്മൾ ഉമ്മാരുടെ അടുത്ത് പോയി പറയണം, ഉമ്മ പോയിട്ട് ഉപ്പമാരുടെ അടുത്ത് പറയണം. പക്ഷെ അവിടെയും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഇത് ഓക്കെയാണ്. പക്ഷെ ഉപ്പമാർക്ക് പൊതുവെ ഒരു നല്ല റോള് ചെയ്യുന്നതിൽ പല ഉപ്പമാരും പുറകോട്ടാണ്. അത് വാപ്പന്മാർ, അത് പിതാക്കന്മാർ. നമ്മൾ എല്ലാ അച്ഛന്മാരും എല്ലാ വാപ്പന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികൾ ഈ ടീൻസ് എന്ന് പറഞ്ഞ ഏജിലേക്ക് എത്തുന്ന ഒരു പ്രായമുണ്ട്. 13 വയസ്സ് തുടങ്ങി ഒരു 19 വയസ്സ്. എല്ലാ അതെന്താണ് ടീൻസ് മനസ്സിലായില്ല? 13 എല്ലാം 13 മുതൽ 19 വരെ.